ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, മുൻപ് ആ പണിക്ക് വന്ന പെൺകുട്ടിയോട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് വരാൻ പറയാന്ന്. അവൾക്ക് കാശ് കൊടുക്കണ്ടേ? എന്നാലും ഞാൻ ഈ കാഴ്ച കാണണ്ടല്ലോ. ഏത് കാഴ്ച? ഞാൻ ഈ ഇടുന്നതും ഉടുക്കുന്നതും ഒക്കെ നിങ്ങൾ കഴുകിയിടുന്ന കാഴ്ച. അത് എത്രമാത്രം മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ? ഞാൻ കിടപ്പിലാവുകയും ലക്ഷ്മി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്ത ലക്ഷ്മി ഇതൊക്കെ ചെയ്യില്ലേ? അങ്ങനെയല്ലല്ലോ ഇത്. മറ്റൊരാൾക്ക് നടക്കാനുള്ള കരുത്തുണ്ട്. അതിപ്പോ ആര് എങ്ങനെയെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് സാധിക്കുന്നത് വരെ ഞാൻ തന്നെ ചെയ്യും. ലക്ഷ്മി, എനിക്കിതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നീ കരുതണ്ട. ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാന്ന് ഞാൻ കരുതും. പക്ഷെ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ കാണിക്കുന്ന മാറ്റമുണ്ടല്ലോ, അതെനിക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. കാണാൻ പറ്റാത്ത കാഴ്ചകൾ വന്ന കണ്ണടയ്ക്കുക, കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കേട്ട കാതടയ്ക്കുക. വേറെ മാർഗമൊന്നുമില്ല. പിന്നെ മൈഥിലിയുടെയും സാരംഗിന്റെയും വീട്ടിൽ നിന്ന് വിരുന്നുകാരുണ്ട്. ആരാന്നറിയോ? അരുണും സ്നേഹയും. സാരം കൊണ്ടോ അവിടെ? ഉണ്ടെന്ന് മാത്രമല്ല, സാരംഗിന്റെ പെരുമാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത്ര നല്ല കുടുംബസ്ഥനായിട്ടല്ലേ അയാൾ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ വലിക്കുന്ന ചരടിലാണല്ലോ സാരംഗിപ്പോ. അതെ ലക്ഷ്മി, എന്തായാലും ഒരു കാര്യം നിശ്ചയം, ഇന്നത്തെ ഈ സന്ദർശനം വന്നവരും മറക്കില്ല, കുടുംബത്തിലുള്ളവരെ ഒരിക്കലും മറക്കില്ല. എന്ന് പറഞ്ഞ ആ കുടുംബം പുകയ്ക്കാൻ നിങ്ങൾ എന്തോ കരുതി വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നു, അത് നടപ്പിലാക്കുന്നു എന്നൊന്നും ലക്ഷ്മി കരുതണ്ട. കാര്യങ്ങൾ ചിലത് നമ്മുടെ വഴിക്ക് വരുമ്പോ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കി നിർത്തുന്നു, അത്രേ കുട്ടിച്ചൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു യോഗമല്ലേ? അത് തട്ടി മാറ്റാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ പറ്റുമോ ലക്ഷ്മി? ഞാനിതൊക്കെ അലക്കിയിട്ട് വരാം. അപ്പോഴേക്കും അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ വാർത്തകൾ വന്നാ ഞാൻ വന്ന് പറയാം. എനിക്ക് കേൾക്കണ്ട. മടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും മടുത്തു. അപ്പൊ പിന്നെ ലക്ഷ്മി ഉറങ്ങിക്കോ. മടുപ്പ് മാറ്റാനേ ഏറ്റവും നല്ല മാർഗം അതാ. എന്നിട്ട് പറയരുൺ, എങ്ങനെയാണ് നിങ്ങളുടെ ഹണിമൂൺ പ്ലാൻ? ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല സർ. ഈ കല്യാണവും കാര്യങ്ങളൊക്കെ തിരക്ക് പിടിച്ചായതുകൊണ്ട് അത്തരം സംസാരം നടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം. What about സ്നേഹ? പൊതുവെ ഇത്തരം കാര്യങ്ങളില് പെണ്ണുങ്ങളാണല്ലോ മുമ്പിൽ നിൽക്കുക. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും കൂട്ടി വെച്ചിട്ടുമില്ല. ഹേയ്, അത് പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് നമ്മുടെ നാട്ടിൽ വേണ്ട, വിദേശത്ത് എവിടെയെങ്കിലും ഒന്ന് പോ. ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന കുറെ നല്ല നിമിഷങ്ങളുണ്ടല്ലോ, അതാണ് മൊത്തം ജീവിതത്തിൽ ബാക്കി വെക്കാനുണ്ടാവുക. അല്ലേ മൈഥിലി? അല്ല, ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ച് മൈഥിലി ഒന്നും പറഞ്ഞില്ലേ? അല്ല, അരുണിനോട് പറഞ്ഞു കാണും. മൈഥിലി അരുണിനോട് പറയാത്ത രഹസ്യങ്ങളില്ലല്ലോ. അന്ന് ഞങ്ങൾ ലിക്കിൽ ലഗാനും നഷ്ടപ്പെട്ടവരെ പോലെ പാറി പാറി ഒരു നടക്കലായിരുന്നു. ഇന്നൊരു സ്ഥലത്തിരുന്ന് അടുത്തൊരു സ്ഥലത്തെക്കുറിച്ച് സ്വപ്നം കാണുക, കൃത്യമായിട്ട് അടുത്ത ദിവസം അവിടെ എത്തുക. അല്ലടോ മൈഥിലി മാം? അധികം ഒന്നും സംസാരിക്കാത്ത, ബിസിനസിനെ കുറിച്ച് മാത്രം പറഞ്ഞ് വെറുപ്പിക്കുന്ന ഒരാളായിട്ടാ സാരംഗ് സാറ് ഇതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ ആ ചിന്ത ഉപേക്ഷിച്ചു. നല്ല രസമല്ലേ സാറുമായിട്ട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും? താങ്ക് യു. പിന്നെ മൈഥിലി, ഞാൻ ഇവരോട് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാൻ പറയായിരുന്നു. ഇപ്പൊ തന്റെ സാന്നിധ്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇവരെവിടെ പോകാൻ തീരുമാനിച്ചാലും അതിന്റെ ടോട്ടൽ ചെലവ് നമ്മളാണ് കൊടുക്കുക. അത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു വിവാഹ സമ്മാനമാണ്. എന്ന് പറയുന്നു? നല്ല കാര്യം. വേണ്ട സാർ, അതൊന്നും വേണ്ട. എടോ, ഈ ഗസ്റ്റുകൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും
നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യണം. അതല്ലേ അതിന്റെ ഒരു ശരി. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ട്രിപ്പ് ഞാൻ തന്നെ പ്ലാൻ ചെയ്യാം. രണ്ടുപേരും പോകാൻ തയ്യാറാവുമല്ലോ അല്ലേ? ഇപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് മാറിയിക്കാൻ എനിക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, അരുണപ്പ സ്നേഹയുടെ വീട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു അല്ലേ? തൽക്കാലം. എടോ, കൂടെ ഇരിക്കുന്ന പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഈ സ്നേഹയുടെ അച്ഛൻ ഒറ്റയ്ക്കായി പോകുന്നത് സ്നേഹയ്ക്ക് സഹിക്കൂ. എത്ര കാലമായാലും താൻ സ്നേഹയുടെ കൂടെ തന്നെ ഉണ്ടാവണം. കല്യാണമെന്ന് പറഞ്ഞ് വെറുതെ കൈപിടിച്ചാൽ മാത്രം പോരാ, സംരക്ഷിക്കണം. ജീവിതകാല അവസാനം വരെ സംരക്ഷിക്കണം. അല്ല, താനിത് എവിടെ പോകുന്നു? ഇരിക്കേ. അല്ല, ഞാനിപ്പോ വരാം. സാർ, ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇത്രയും തുറന്നൊരു മനസ്സുണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ എന്താ ഇങ്ങനെ? ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാനും അവരോടും ഒന്നിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയല്ലേ, എല്ലാം അവസാനിപ്പിച്ചൂടെ? നമുക്ക് തൽക്കാലം ഞങ്ങളുടെ കുടുംബ വിഷയം വിട്ടേക്കാം. ബിക്കോസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്കും മുഷു വരും, ഉത്തരം പറയുന്ന ഞങ്ങൾക്കും മുഷു വരും. സോ ഇന്നത്തെ ദിവസം എല്ലാം മറന്ന് നമ്മൾ ആഘോഷിക്കുന്നു. ഓക്കെ? ഹലോ, എങ്ങനെയുണ്ടോ വിരുന്നുകാരൊക്കെ എത്തിയിട്ട്? ഞാൻ അത് പറയാനാ തന്നെ വിളിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല, സാരംഗ അവരോട് വളരെ നന്നായിട്ടാ പെരുമാറുന്നത്. അവര് വന്നിട്ട് കുറച്ച് സമയമായി. ഇത്ര നേരമായിട്ടും സാരംഗ അവരുടെ അടുത്തു നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല. സംസാരം കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടോ, സത്യം പറഞ്ഞാ ഞാൻ വല്ലാത്ത കൺഫ്യൂഷനിലാ. ഇന്നലെ രാത്രി വരെ ഞാൻ കണ്ടിരുന്ന സാരംഗ അല്ല ഇപ്പൊ എന്റെ കൺമുന്നിലിരിക്കുന്നത്. ആ, അതിനൊരു കാരണമുണ്ട്. എന്ത്? അരുണ സ്നേഹ അവിടെ വരുന്നു പറഞ്ഞപ്പോ ഞാൻ സാരംഗിനൊന്ന് കണ്ടിരുന്നു, ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട്. എന്നിട്ട് വീട്ടിൽ വരുന്നവരോട് അന്തസ്സായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് കാണിക്കാൻ പാടില്ലെന്നും പറഞ്ഞു. എന്നോട് വ്യക്തമായ മറുപടിയൊന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അയാൾ അത് പാലിച്ചു അല്ലേ? ചെറിയ രീതിയിലൊന്നുമല്ല. സത്യം പറഞ്ഞാ ഇപ്പൊ സാരംഗിന്റെ സംസാരവും അവരോടുള്ള ഇടപെടലും ഒക്കെ കാണുമ്പോ പഴയ സാരംഗ് തിരിച്ചു വന്ന പോലെ ഒരു തോന്നല്. കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തണ്ട. തന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടരുത്. ഇപ്പൊ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അത് മതി. അവരെപ്പോഴും തിരിച്ചു പോന്നേ? അവര് ഭക്ഷണം കഴിഞ്ഞാ പോവും. ഓക്കെ, എന്തായാലും താൻ മാറി നിൽക്കണ്ട. സാരംഗിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതിയൊക്കെ എപ്പോഴാ മാറി മറിയാന്ന് പറയാൻ പറ്റില്ല. ശരിയാ. എന്നാ താൻ ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ടെൻഷനൊന്നും വേണ്ടടോ. അത്യാവശ്യം നന്മ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ താൻ. എപ്പോഴെങ്കിലും അത് തിരിച്ചു കിട്ടാതിരിക്കോ? ആരോ വന്നെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ശരി. ഇന്നെന്താ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതോ സീനിയർ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് തല ഉയർത്തി പിടിച്ച് നിന്നോ? എന്താ കുട്ടി കാര്യം? ഞാനിവിടെ നിന്നാ അത് ചേച്ചിക്ക് രഞ്ജിത്തേട്ടനൊക്കെ പ്രശ്നമാവും. അതെന്താ? എന്നെ റാഗിയത് പിള്ളേരില്ലേ, അവർ നിന്റെ അടുത്ത് വന്നു. അതിലൊരുത്തൻ എന്റെ പുസ്തകം തട്ടിപ്പറിച്ചു, അത് കീറി. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അവനെ അടിച്ചു. കൈ കൊട്. അപ്പൊ ഉപദേശം വെറുതെ ആയില്ല. ഇപ്പൊ ചങ്കൂറ്റം വെച്ചില്ലേ, ധൈര്യമായിട്ട് അങ്ങ് പൊയ്ക്കോ. ഞാൻ കോളേജിൽ നിന്ന് പോരുമ്പോ അവന്മാർ എന്റെ പിന്നാലെ വന്നു. അവര് വീട് തേടി വരും. എന്നെ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാ പറഞ്ഞത്. അതിനെന്താ, വന്നോട്ടെ. അത് ഞാനും രഞ്ജിത്തും കൂടി നോക്കിക്കോളാം. വേണ്ട, എനിക്ക് ഇത്രയും വലിയ കോളേജൊന്നും പഠിക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ നാളെ രാവിലെ തന്നെ പോവും. ഇത് എനിക്ക് ദേഷ്യം വരുന്നേ. എടി പെണ്ണെ, ഇത്
കോളേജിൽ നിന്നുള്ള ഒളിച്ചോട്ടോ അല്ല, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടോ. അറിയോ നിനക്ക്? എന്തു വേണേലും ആയിക്കോട്ടെ, എനിക്ക് പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുവോ അമ്മ? ഒന്നും വേണ്ട, അമ്മ ചെയ്യുന്ന ജോലി തന്നെ ഞാനും ചെയ്തോളാം. ഒന്നും മിണ്ടാതിരിക്കോ. അമ്മ ചെയ്യുന്ന ജോലി ചെയ്യാൻ നീ എന്തിനാ ബി വരെ പോയത്? അതിനു മുൻപ് കൂടെ പോവാറുന്നില്ലേ? ദേ, ഞങ്ങളെ ഓർത്താണ് നിന്റെ ടെൻഷനെങ്കിൽ അത് വേണ്ട. കോളേജിൽ ഇത്തരം ഭീഷണികളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാ, ഞാനും രഞ്ജിത്തും ഒക്കെ. ഇതങ്ങനെയല്ല. എങ്ങനെയല്ലാന്ന്? ദേ, നീ ഇവിടെ നിൽക്കുന്നതോ ഇവിടെ നിന്ന് കോളേജിൽ പോകുന്നതോ ഞങ്ങൾക്കൊരു ബാധ്യതയല്ല. പക്ഷേ ഇത്തരം പിള്ളേരുടെ ഭീഷണിയും കേട്ട് വന്ന് ഇവിടെ ഇരുന്ന് മോങ്ങുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാ. ഞാനെന്തായാലും രഞ്ജിത്തിനെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട, ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ഈ സിറ്റിയിൽ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാനില്ല. സുമേച്ചി, ഇതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ചു തീർക്കണോ? കഴിച്ചു തീർത്ത സന്തോഷം. പിന്നെ ഞാനുണ്ടാക്കിയത് എല്ലാവർക്കും പിടിക്കുമെന്നറിയില്ല. അതെന്തിനാ സുമ അങ്ങനെ പറയുന്നത്? സുമ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാ നേരവും കഴിക്കണത്. അക്കാര്യത്തിലൊന്നും ഒരു പിഴവും വരില്ല. എന്താ മോളെ ഇത്? എല്ലാവരും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? വിളിച്ച സമയത്തിന് ഇറങ്ങി വരണ്ടേ? ഞാൻ പഠിക്കുമായിരുന്നു. ആ, ഇന്നത്തെ ദിവസം പഠിപ്പൊക്കെ ഇത്തിരി മാറ്റിവെക്കും. നാളെ വേണമെങ്കിൽ നമുക്ക് ഓവർ ടൈം ചെയ്യാം. ഇന്ന് ഇവര് വന്നിരിക്കുന്ന ദിവസമല്ലേ? അല്ല, എതുകൂട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ അവൻ സ്വിച്ച് ഓഫ് ആയി പോകും. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? ആ, നിക്ക്. അരുണും സ്നേഹയും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവില്ലേ? അയ്യോ ഇല്ല സർ, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാന്നാ കരുതുന്നത്. ആ, നിക്കടോ. ഏറ്റവും വേണ്ടപ്പെട്ട വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം നിൽക്കുന്നത് ഒരു മര്യാദയല്ലേ? അയ്യോ അല്ല സർ, സ്നേഹയുടെ അച്ഛൻ എവിടെയൊക്കെയോ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, കമോൺ മാൻ, ഇത്തരം കമ്മിറ്റ്മെന്റ്സുകളൊക്കെ എടുത്തു വെച്ചിട്ട് വരേണ്ട വീടാണോ ഇത്? പിന്നൊരിക്കലാവാലോ. ഓക്കെ, പിന്നൊരിക്കലാവാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വരുമ്പോ അവർക്ക് ഭക്ഷണത്തോടൊപ്പം ഞങ്ങൾ വിളമ്പാറുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ? പായസമാണോ? ആ, അത് യൂഷ്വൽ അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും? അതുമല്ല, ഇവിടെ അതിമധുരമായിട്ട് പാടുന്ന ഒരാളുണ്ട്. ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തീന്മേശയിൽ ആദ്യം അതാണ് വിളമ്പ്. മൈഥിലിയുടെ പാട്ട്. ആഹാ, മാഡം പാടുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. എനിക്കും കേൾക്കണം. അയ്യോ അതൊന്നും വേണ്ട, ഇപ്പൊ നമുക്ക് കഴിക്കാം. അത് പറഞ്ഞാൽ സമ്മതിച്ചിരുന്ന പ്രശ്നമില്ല. അരുൺ, താൻ എന്താ പറയുന്നത്? ഒരു രണ്ടുപേര് പാടും മാം, സാറ് പറഞ്ഞല്ലേ. അമ്മ പാടണ്ടേ അമ്മ മോളെ? യാമിമോൾക്ക് ഇഷ്ടമാണ് അമ്മയുടെ പാട്ട് കേട്ടിരിക്കാൻ. എന്നാ തുടങ്ങണോ? നോ സാറങ്ക്, ഇപ്പൊ എനിക്ക് വയ്യ. പാട്ട് കേൾക്കാൻ ഞാൻ അവരെ ക്ഷണിച്ചു. അവരതിന് തയ്യാറാവുകയും ചെയ്തു. എന്നിട്ടും താൻ അത് നിഷേധിക്കാന്ന് പറഞ്ഞാൽ അത് അവരെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. എടോ, അവർക്കൊരു രസകരമായ ദിവസം സമ്മാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പാട് പ്ലീസ് മാം. പാടമ്മേ, പാട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിന്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ
ഒരു സ്റ്റെതസ്കോപ്പിൽ തളച്ചിടേണ്ട ആളായിരുന്നില്ല സാർ. സംഗീതത്തിൽ മാം കുറച്ചും കൂടി ഉയർത്തി പോകേണ്ട ആളായിരുന്നു. എന്റെ അമ്മേ, ഞാനിങ്ങനെ പ്രതീക്ഷിച്ചതേയില്ല. സാറ് പറഞ്ഞത് 100% ശരിയാ. ഈ വിരുന്നിന് ഇതിനേക്കാൾ സ്വീറ്റ് ആയിട്ടൊരു കാര്യം ഞങ്ങൾക്ക് കിട്ടാനേ ഇല്ല. അതാണ് മൈഥിലി. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, പണ്ട് ഞാൻ കേട്ട പാട്ടിൽ നിന്നും ഒരല്പം പോലും സ്വീറ്റ്നെസ് ചോർന്നു പോയിട്ടില്ല. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് കഴിക്കാം. ഇരിക്കെ സുമ, വിളമ്പ്. എവിടെ നമ്മുടെ ധീര വനിത? മുറിയടച്ചിരിക്കുക. എന്താ പ്ലാൻ എന്നറിഞ്ഞൂടാ. ശരിക്കും തല്ലിയെന്ന് തന്നെയാണോ പറഞ്ഞത്? അത് തന്നെ. അത് ഈ പുസ്തകം വലിച്ചു കീറിയപ്പോണ്ടായ ഇമോഷനാ, അല്ലാതെ അവളുടെ കൈ പൊന്തുവോ? സംഗതി എന്തായാലും ഒരു എരിവും പുളിയൊക്കെ ഉണ്ടായല്ലോ. അല്ലാതെ ചുമ്മാ ഒരാൾ കോളേജിൽ പോയി തലയും കുനിച്ച് കയറി വരില്ലല്ലോ. അവളെന്ന് വിളിച്ചേ. സോറി. ഇതിപ്പോ എന്തിനാ സോറി? ഞാൻ ആ പയ്യനെ അടിച്ചതിന്. ഞാൻ അതിനൊരു കൺഗ്രാസ് പറയാൻ വന്നതാ. അല്ല, ഇതെങ്ങനെ സാധിച്ചു? അനാമികെ, അപ്പോ നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല, ഉള്ളില് നല്ല തീപ്പൊരിയുണ്ട്. താൻ നോക്കിക്കോ, അടുത്ത 6 മാസത്തിനുള്ളിൽ ഇയാള് ക്യാമ്പസിനുള്ളിൽ ഒരു ചർച്ചാ വിഷയമാവും. അതിന് ഞാൻ നിന്നാലല്ലേ? വെളുപ്പിന് പോവാൻ തീരുമാനിച്ചിരിക്കുക. വെറുതെ പോവാനല്ല കേട്ടോ, അമ്മായിയുടെ കൂടെ അമ്മായി പോകുന്ന ജോലിക്കും പോവാൻ തീരുമാനിച്ചിരിക്കുക. നല്ല തീരുമാനമല്ലേ? പിന്നെ ഏട്ടൻ എപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നതല്ലേ, ആ പിള്ളേരെന്തെങ്കിലും ചെയ്താലോ? ഈ കേരളത്തിലെ 3.5 കോടിയിലേറെ ജനങ്ങളുണ്ട്. അതിൽ 3-4 പിള്ളേരെ പേടിച്ച് എനിക്ക് ഈ കേരളം വിടാൻ എന്തായാലും ഉദ്ദേശമില്ല. പിന്നെ അവരങ്ങനെ അന്വേഷിച്ച് വരികയാണെങ്കിൽ വരട്ടെ. ഈ കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസ് ഒരു കുപ്പായം ഊരി മാറ്റിവെക്കും. എന്നിട്ടാണ് ഈ പക്വതയുടെയും കുടുംബജീവിതത്തിന്റെയൊക്കെ മേലങ്കി എടുത്തിടുന്നത്. അത്യാവശ്യം വേണ്ടി വന്ന ആ പഴയ കുപ്പായം ഞാൻ വീണ്ടും എടുത്തിടാം. 2 എണ്ണം പൊട്ടിക്കേണ്ടി വന്നാ പൊട്ടിക്കുകയും ചെയ്യാം. പറയാവുന്ന എത്ര പറഞ്ഞു മടുത്തപ്പോഴാ ഞാൻ രഞ്ജിത്തിനെ വിളിച്ചേ. ആവണെ അവിടെ ഇരുന്നേ, ഇരിക്ക്. അതെ, ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതാ, ഒരുപാട് ചതുപ്പുകളുണ്ട് എന്നൊക്കെ തുടങ്ങിയ ഉപദേശങ്ങള് എന്റെ അടുത്ത് നിന്നോ അനാമിക അടുത്ത് നിന്നോ പ്രതീക്ഷിക്കണ്ട. ജീവിതം ജീവിച്ചു തീർക്കല, അതാ ഞങ്ങളുടെ പോളിസി. നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ വരുന്നത് എന്താണോ അതിനെ അങ്ങ് ഫേസ് ചെയ്യുക. അല്ലാതെ ഒരു കാര്യം ആലോചിച്ച് അത് അങ്ങനെ ആവില്ലേ ഇങ്ങനെ ആവില്ലേ എന്നൊക്കെ ചിന്തിച്ച് മനസ്സുടയാനും ശരീരഭാരം കുറയാനൊന്നും സമയമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഞങ്ങളെ സ്വന്തം ചേച്ചിയുടെയും ചേട്ടന്റെയും സ്ഥാനത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? അതോ? അയ്യോ, അങ്ങനെ തന്നെ കണ്ടിട്ടുള്ള. അപ്പൊ പിന്നെ ഞങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, നടത്താനും പാടില്ല. ഓക്കെ? അനാമികെ, തന്റെ അനുജത്തി ഇപ്പൊ പോകുന്ന കോളേജിൽ തുടർന്ന് പഠിക്കാൻ തന്നെയല്ലേ തന്റെ തീരുമാനം? സംശയം എന്താ? കേട്ടല്ലോ, അതാണ് നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആവണി ഒറ്റയ്ക്കല്ല, നമ്മളാണത് നേരിടുന്നത്. പിന്നെ ഈ കോളേജിലെ പിള്ളേരുടെ ഒരു സൈക്കോളജി അറിയാവുന്നോണ്ട് പറയുന്നത്, ഒരടി പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ല. കിട്ടിയ പെട്ടെന്ന് തിരിച്ച് അയാളുടെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവിടെ കാണുന്ന പലതും ഒരു മേനി പറച്ചിലാടോ. അല്ലാതെ ഈ പുള്ളികളൊക്കെ ഭീഷണിപ്പെടുത്താൻ നടക്കുകയാണെങ്കിൽ ലോകം തന്നെ അവസാനിച്ചേക്കും. അപ്പോ
നിന്റെ ഈ മണ്ടൻ തീരുമാനം അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. ഇനി അടുത്ത ദിവസം പോയിട്ട് വരുമ്പോ അഥവാ ഒരുത്തനെ തല്ലേണ്ടി വന്നാ തല്ലണം. എന്നിട്ട് കൂളായിട്ട് ഇവിടെ വന്ന് പറയണം ഞാനൊന്ന് പൊട്ടിച്ചു എന്ന്. പിന്നെ ഞാൻ കോളേജിൽ ഗുണ്ടമണിക്കല്ലേ പോകുന്നത്. ആ, ഇതാണ് സെൻസ്. ഇതാണ് പറയുന്നത് കൊണ്ടും കൊടുത്തും ജീവിക്കണമെന്ന്. അതാവുമ്പോ ഒരു രസം ഉണ്ടാവും. തൽക്കാലം ചേച്ചിയോട് അംഗം വെട്ടി തുടങ്ങിക്കോ, നമുക്ക് പിന്നെ ആവാം. അനാമിക, എനിക്ക് ഇറങ്ങണോടോ. സാരംഗ് ഓഫീസിലില്ലാത്തത്. അരുണും സ്നേഹം വീട്ടിലുള്ളതുകൊണ്ട് സാരംഗ് അവിടെ തന്നെയാണല്ലേ? ആ അതെ, അയാൾ എന്തെങ്കിലും ഒപ്പിക്കുമെന്തോ. തൽക്കാലം ഒന്നും ഒപ്പിച്ചിട്ടില്ല, നോക്കാം. ഓക്കെ അവണി, ഒന്ന് ഓക്കെ ആവടോ. ചേച്ചി, ഏട്ടന് നിറയെ ജോലി ഉള്ളപ്പോഴാണോ വിളിച്ചു വരുത്തിയത്? നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റണ്ടേ? അത്രയ്ക്കല്ലേ സങ്കടക്കടലെടുത്ത് പുറത്തിടുന്നത്. മിണ്ടാതിരുന്ന ഞാൻ വിളിക്കില്ല.